ഈ ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയെ ഷാരോൺ രാജിന് അറിയാം ഗ്രീഷ്മ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അതൊരു ആത്മാർത്ഥമായ പ്രണയമാണ്. അതാണ് കോടതി അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ച ഒരാളിനെ ഷാരോൺ തയ്യാറായില്ല. അത് മാത്രമല്ല, ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിക്കുമ്പോൾ ഗ്രീഷ്മ അങ്ങനെ ആയിരുന്നില്ല. അതേ സമയത്ത് ഇവർ താലി കെട്ടിയിരുന്നു. ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരുന്നു. വിവാഹാലോചന വന്നപ്പോൾ അതിന് തടസ്സമായി ഷാരോൺ നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിക്കുന്നത്. അതിനുശേഷം ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷവും ഇവർ പോയി വെട്ടുകാട് പള്ളിയിൽ താലി കെട്ടുന്നുണ്ട്. ക്ഷേത്രത്തിൽ ചെന്നിട്ട് താലി കെട്ടുന്നുണ്ട്. ഇരുവരും താലി കെട്ടി വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലി കെട്ടുന്നു. അതിനുശേഷം ഇവർ ഒരു തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ റൂമെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഷാരോൺ വിചാരിക്കുന്നത് ഈ ഗ്രീഷ്മ തൻ്റെ ഭാര്യയായി തൻ്റെ കൂടെ കാണും, തൻ്റെ പെണ്ണാണ്, ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. ആ വിശ്വാസം കോടതി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കോടതി താലി കെട്ടി കൂടെ കൂട്ടാൻ ഷാരോൺ ആഗ്രഹിച്ച ആ ഒരു പെൺകുട്ടിയാൽ തന്നെ അയാളുടെ കഥ കഴിഞ്ഞു പ്രത്യേകിച്ച് എന്ന് പറയുന്നുണ്ട്.